നമസ്കാരം. ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിലെ ഓരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. ശ്രീകോവിലോ ചുറ്റുമതിലോ പ്രതിഷ്ഠയോ ഇല്ലാത്തതും ആൽത്തറയെ മണ്ഡപം ആക്കി ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് ജാതിഭേദമന്യേ സമസ്ത വിശ്വാസികൾക്കും ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ക്ഷേത്രമാണിത്. മഹാഭാരതത്തിലെ കൗരവപ്രധാനിയായ ദുര്യോധന മഹാരാജാവാണ് മുഖ്യ ആരാധനാമൂർത്തി. ഭൂമിക്ക് കരംപിരിവ് തുടങ്ങുന്ന കാലം മുതൽ പട്ടാധാരത്തിൻ്റെ സ്ഥാനത്ത് ദുര്യോധനൻ എന്ന പേര് ചേർത്താണ് മലനട നിവാസികൾ നികുതി കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറും തെക്കും വിശാലമായ നെൽപ്പാടങ്ങളുടെയും കിഴക്കും വടക്കും കൃഷിഭൂമികളുടെയും നടുക്ക് പ്രകൃതി ഭംഗിയാൽ മനോഹരമായ മലമുകളിലാണ് ഈ ക്ഷേത്രം. അപ്പൂപ്പൻ എന്ന സങ്കല്പത്തിൽ ദുര്യോധനൻ കുടികൊള്ളുന്നത്. എല്ലാ ദുഃഖ നിവാരണങ്ങൾക്കും വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് എന്തും നേടിക്കൊടുക്കുന്ന മലനട അപ്പൂപ്പനെ കാണാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരും വളരെയേറെ പ്രമുഖരും എത്തിച്ചേരുന്നു. ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തുസൂക്ഷിക്കപ്പെട്ടതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലനട ക്ഷേത്രം. കുറവ് സമുദായത്തിൽപ്പെട്ട കടുത്താംശ്ശേരി കുടുംബത്തിലെ ഊരാളി നൂറ്റാണ്ടുകളായി ദ്രാവിഡ ആചാരപ്രകാരം പൂജകർമ്മങ്ങൾ നടത്തിവരുന്നു. മലക്കുട മഹോത്സവത്തിന് ഊരാളി കയ്യിലേന്തുന്ന കുട മലനാഥനായ ഊരാളിയുടെ അധികാരത്തിൻ്റെ പ്രതീകമാണ്. കാർഷിക വിളകൾക്കുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഭക്തർ നേർച്ചയായി സങ്കല്പിക്കുന്നത്. കള്ള്, അടുക്ക്, മുറുക്കാൻ, കോഴി, കാള, ആട് മുതലായ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. ദുര്യോധനൻ ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവരെ അന്വേഷിച്ച് കൗരവ ദേശസഞ്ചാരത്തിന് ഇറങ്ങുകയും മലം നടക്കുന്നിലെത്തുകയും ചെയ്തു. യാത്ര ചെയ്ത് ദാഹിച്ച് പരവശനായ ദുര്യോധനൻ മലനടക്കുന്നിന് വടക്കു പടിഞ്ഞാറുള്ള കടുത്താംശ്ശേരി കൊട്ടാരത്തിലെത്തുകയും ദാഹജലം ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സ്ത്രീ കുടിക്കുവാൻ ഒരു കുടം ചെത്തുകള്ള് കൊടുത്തു. സന്തോഷത്തോടെ അദ്ദേഹം അത് പാനം ചെയ്യുകയും ചെയ്തു. ആ സ്ത്രീ തിരിഞ്ഞു നടന്നപ്പോൾ കഴുത്തിലെ പുറത്താലി കാണുകയും കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തോ ദൈവികതയും ആളുകളുടെ അതീന്ദ്രിയ ശക്തിയും മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നീട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ മലമുകളിലിരുന്ന് മഹാദേവനെ ധ്യാനിക്കുകയും ചെയ്തു. മഹാഭാരത യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയം ദുര്യോധനൻ പ്രദേശവാസികളോട് അനുവാദം ചോദിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. കൃഷ്ണനോടായി പറഞ്ഞു പിന്നെയും യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം അദ്ദേഹം ജനങ്ങളോടായി ഇപ്രകാരം പറയുകയുണ്ടായി: മീനമാസം 2-ാം വെള്ളിയാഴ്ച യുദ്ധത്തിൽ വിജയശ്രീലിതനായി ഞാൻ തിരിച്ചു വരും. അന്ന് എന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി മീനമാസം 1-ാം തീയതി വെള്ളിയാഴ്ച മുതൽ സകലവിധ ഒരുക്കങ്ങളോടും കൂടി നിൽക്കണം. മീനമാസം 2-ാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ എന്നെ കാണുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എനിക്ക് വേണ്ടി ഉദയക്രിയകൾ നടത്തണം. അതിൻ്റെ ഓർമ്മകൾക്കായിട്ടാണ് മീനമാസം 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 8 ദിവസത്തെ ആഘോഷങ്ങളോടുകൂടി മീനമാസം 2-ാം വെള്ളിയാഴ്ച വലിയ കെട്ടുകാഴ്ചകളോടും ആചാര വെടിയോടും കൂടി ദുര്യോധനനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ മലനട നിവാസികൾ നടത്തുന്നത്. മലക്കുട ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൾത്തറയിൽ വനമ്പായി വിരിച്ച് വായ്ക്കരിയിടയിൽ കർമ്മം നടത്തുകയും തുടർന്ന് അമ്പെയ്ത്ത് നടത്തുന്നതും ഈ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടുമാണ്. മീനമാസത്തിലെ 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 2-ാം വെള്ളിയാഴ്ചയാണ് പ്രശസ്തമായ മലക്കുട മഹോത്സവം നടക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവ ദിവസം കൊടിയിറങ്ങാതെ 3-ാം വെള്ളിയാഴ്ച മാത്രമാണ് കൊടിയിറങ്ങുന്നത്. പനപ്പെട്ടി, കമ്പലടി, പള്ളിമുറി, നടുവിലെ മുറി, വടക്കേ മുറി, അമ്പലത്ത് ഭാഗം എന്നീ കരകളിലെ വലിയ എടുപ്പ് കുതിരകളും ഇടയ്ക്കാട് കരയിൽ നിന്നും വലിയ എടുപ്പുകാളയും 100 കണക്കിന് വലുതും ചെറുതുമായ കെട്ടുരുപ്പിടികളുടെയും കെട്ടുത്സവത്തിന് ഭംഗി കൂട്ടുന്നു. യുദ്ധത്തിൽ തിരിച്ചെത്താത്ത ദുര്യോധനന് ഇവിടെ ഈ മലനട അടവിത്തറയിൽ അന്ത്യകർമ്മങ്ങൾ
എന്നങ്ങരുൾ ചെയ്തതോ കേശവൻ ഗോവൃന്ദവോ. ദുര്യോധനൻ എന്ന സുയോധനൻ ഓർമ്മ വച്ച കാലം മുതൽ അപമാനിക്കപ്പെട്ടവൻ, മാംസപിണ്ഡത്തിൽ നിന്ന് ജനിച്ചവൻ, എത്രയോ തവണ അപമാനിക്കപ്പെടുകയും ബുദ്ധിയില്ല എന്ന് പറയുകയും ചെയ്ത പഞ്ചപാണ്ഡവർക്ക് പ്രതികാരത്തിൻ്റെ ദാഹിയായി മാറുവാൻ കൗമാരവും യുവത്വവും പിന്നിട്ടപ്പോൾ മാറ്റമൊന്നുമുണ്ടാകാതെ ദുര്യോധനൻ ആ അവസ്ഥയിലായിത്തീർന്നു എന്ന് വേണം പറയാൻ. അതിനുവേണ്ടിയുള്ള പ്രയാണങ്ങളായിരുന്നു ഓരോ കാലഘട്ടത്തിലും. തിരിച്ചു ഒരിക്കലും പാണ്ഡവർ വരരുതെന്ന് കരുതി തന്നെയാണ് പിന്നാലെ അവരെ കണ്ടുപിടിക്കാൻ തന്നെ പുറപ്പെട്ടത്. എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചാൽ വീണ്ടും വനവാസത്തേക്ക് അവരെ പറഞ്ഞു വിടണം. അങ്ങനെ യാത്ര ചെയ്താണ് ഈ മലമുടയിൽ എത്തിച്ചേർന്നത്. പക്ഷേ ഇവിടെ മഹാദേവൻ്റെ ദേവചൈതന്യമാണ് ദുര്യോധനെ പിടിച്ചു നിർത്തിയത്. മഹാദേവൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായിരുന്ന ദുര്യോധനൻ എന്ന സുയോധനൻ അവിടെ തപസ് ചെയ്യുകയും ചെയ്തു. പ്രദേശവാസികളായ നിഷ്കളങ്കരായ കുറവ ജനവിഭാഗത്തിൻ്റെ ശക്തമായ ആരാധനയും അപാരമായ സിദ്ധിയും ദുര്യോധനൻ മനസ്സിലാക്കി അദ്ദേഹം അവിടെ ആ ജനങ്ങൾക്ക് രാജഭരണകാലത്ത് തന്നെ ധാരാളം സ്ഥലങ്ങൾ ആ ജനങ്ങൾക്ക് നൽകി. മാത്രമല്ല ഭാവിയിൽ തന്നെ ഉപവസിക്കുന്നവർക്ക് അപമാനിക്കപ്പെടുന്നവനും വേദനിക്കുന്നവനും ഒരു ശരണാഗതനായി താനിവിടെ ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് വാക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകൾക്കായിട്ട് തന്നെയാണ് ഇവിടെ കോഴിയും മദ്യവും വെറ്റിലയും അടയ്ക്കയും എല്ലാം ദുര്യോധനന് നിവേദ്യമായി നൽകുന്നത്. സർവധർമ്മങ്ങളെ രക്ഷിച്ചുകൊള്ളുക ദുഷ്ടരെ നിഗ്രഹിച്ചു ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും ദുര്യോധനനായ എന്നിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾ എനിക്കിഷ്ടപ്പെട്ട വഴിപാടുകൾ നൽകുക. നിങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും സുയോധനനായ ഞാൻ മാറ്റിത്തരുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ കൂടെ സുയോധനനായ ഞാൻ ഉണ്ടായിരിക്കും, എൻ്റെ മഹാദേവനോടൊപ്പം.